രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ പടവലത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. ഇതിപ്പോൾ തോരനോ അല്ലെങ്കിൽ മെഴുക്കുവരട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പടവല ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വരെ ഇത് കഴിക്കും, അതുപോലുള്ളൊരു ഡിഷാണ്. നമുക്ക് നോർമൽ സാധാരണ ചോറിൻ്റെ കൂടെ നല്ല ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ ഇങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് കണ്ടിട്ട് വരാം എങ്ങനെയാണ് ഈ ഒരു വിഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ 2 മീഡിയം സൈസുള്ള പടവലാണ് എടുത്തിരിക്കുന്നത്. വലിയ പടവല ആണെങ്കിൽ ഒന്ന് എടുത്താലും മതിയാവും. ഇനി നമ്മൾ ഇതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് പോക്കി കൊടുക്കാം. കത്തി കൊണ്ട് നന്നായിട്ട് ചുരണ്ടി പോക്കാം. അതിനുശേഷം കട്ട് ചെയ്തിട്ട് ഉള്ളിലുള്ള കുരുവൊക്കെ കളയാം. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ മുളക് പൊടി നമ്മൾ 1/2 ടീസ്പൂണാണ്, കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർക്കാം. അതുപോലെ തന്നെ 1.5 മുതൽ 2 ടേബിൾ സ്പൂണോളം നമുക്ക് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് ചേർക്കുന്നത്. പുട്ടുപൊടി ചേർത്താലും വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും പത്തിരിപ്പൊടിയാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല എല്ലാ ഭാഗത്തും ആയി വരണം. ഇടയ്ക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ഒരു പെരിയ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്നതിലേക്കാണ് കുറച്ചും കൂടെ ഒരു ഓയിൽ നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിതിപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഓയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള പടവല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേ സമയമൊന്നും വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇങ്ങനെ മസാലയൊക്കെ തേച്ച് കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നിട്ട് കുറച്ച് വൈഡ് ആയിട്ടുള്ള പാനാണെങ്കിൽ അതായിരിക്കും നന്നാവുക. എന്നിട്ട് പാനിലോട്ട് മൊത്തം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ആവുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇടയ്ക്ക്. അങ്ങനെ ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പടവലം മൊരിഞ്ഞു വരാൻ തുടങ്ങുന്ന ആ സമയം കൊണ്ട് നമ്മളൊരു കാര്യം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. സവാളയാണ്. ഒരു ചെറിയ സവാള എടുത്ത് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി സവാള കൂടെ ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 2 പച്ചമുളക് നെടുകെ കീറിയിട്ട് അതും കൂടെ ചേർക്കാം. പിന്നെ വേണ്ടത് സോയാ സോസാണ്. സോയാ സോസ് ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂണോളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒന്നും കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പം പടവലം ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തും എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് സാധാരണ ചോറിൻ്റെ കൂടെ മെഴുക്കുവരട്ടിക്ക് പോകാനായിട്ടോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കല്ലോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.